കാർഷിക വാർത്തകൾ. കുട്ടനാട്ടിലെ പാടശേഖരങ്ങളിൽ ഉപ്പുവെള്ളം കയറിയതിനെ തുടർന്ന് ഗുണനിലവാരം കുറഞ്ഞ നെല്ല് ഒരാഴ്ചയ്ക്കകം കൃഷിവകുപ്പ് നേരിട്ട് സംഭരിക്കും. ഇതിനായി 3 കോടിയുടെ പ്രത്യേക പാക്കേജ് അനുവദിച്ചതായി മന്ത്രി പി പ്രസാദ് അറിയിച്ചു. പുന്നപ്ര നോർത്ത്, ആലപ്പുഴ മുനിസിപ്പാലിറ്റി, തകഴി, കരുവാറ്റ, അമ്പലപ്പുഴ സൗത്ത്, നെടുമുടി, കൈനകരി, പുളിങ്കുന്ന് തുടങ്ങിയ പഞ്ചായത്തുകളിൽ ഉൾപ്പെട്ട 70ഓളം പാടശേഖരങ്ങളിലാണ് ഉപ്പുവെള്ളം കയറി ഭീഷണി നേരിട്ടത്. ലവണാംശം കൂടിയത് നെൽകൃഷിയെയും ഉൽപാദനക്ഷമതയെയും സാരമായി ബാധിച്ചു. നിലവിലുള്ള ചട്ടങ്ങൾ പ്രകാരം കൃഷിനാശത്തിന്റെ നഷ്ടപരിഹാരം നിശ്ചയിക്കാൻ കൃഷി ഡയറക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കൊയ്തെടുത്ത നെല്ലിൽ ഫെയർ ആവറേജ് ക്വാളിറ്റി നിലവാരമുള്ള നെല്ല് സപ്ലൈകോയുടെ നിലവിലുള്ള സംഭരണ പ്രക്രിയയിലൂടെ സംഭരിക്കും. ഉപ്പുവെള്ളം കയറിയതിനെ തുടർന്ന് നെല്ലിന്റെ ഗുണനിലവാരത്തിൽ കുറവുണ്ടായതിനാൽ സപ്ലൈകോയുമായി സംഭരണത്തിന് കരാറുള്ള മില്ലുകൾ നെല്ല് എടുക്കാത്ത സാഹചര്യത്തിലാണ് കൃഷിവകുപ്പ് നെല്ല് സംഭരിക്കുന്നത്. കൃഷിവകുപ്പും സപ്ലൈകോയും ചേർന്ന് സംഭരിക്കേണ്ട നെല്ലിന്റെ ഗുണനിലവാരം പരിശോധിക്കും. ഇത്തരത്തിൽ ശേഖരിക്കുന്ന നെല്ല് വിപണി സാധ്യതയുള്ള ഉപ ഉൽപ്പന്നങ്ങളാക്കും. ബാക്കിയുള്ളവ ലേലം ചെയ്യും. നിശ്ചയിക്കുന്ന സംഭരണ വില കർഷകന്റെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നൽകുന്നതിന് ആലപ്പുഴ പ്രിൻസിപ്പൽ കൃഷി ഓഫീസറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പ്രതിസന്ധി നേരിട്ട മേഖലകളിൽ ഒരാഴ്ചക്കകം നടപടികൾ സ്വീകരിച്ച് നെല്ല് സംഭരണം പൂർത്തിയാക്കുമെന്നും മന്ത്രി പി പ്രസാദ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കൈതച്ചക്ക വില കുത്തനെ ഇടിഞ്ഞു. ഏപ്രിൽ ആദ്യവാരങ്ങളിൽ കിലോയ്ക്ക് 60 രൂപയായിരുന്ന വില 20 രൂപയിലേക്കാണ് ഇപ്പോൾ താഴ്ന്നത്. ഉൽപാദനത്തിലുണ്ടായ വർധനയും വേനൽ മഴയുമാണ് വില ഇടിയാൻ കാരണം. ഏപ്രിൽ ആദ്യവാരം സ്പെഷ്യൽ ഗ്രേഡ് വാഴക്കുളം പൈനാപ്പിളിന് വിപണിയിൽ 60 രൂപയും പഴുത്തതിന് 54 രൂപയും വില ലഭിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ സ്പെഷ്യൽ ഗ്രേഡിന് 20 രൂപയും പച്ചയ്ക്ക് 18 രൂപയും പഴുത്തതിന് 20 രൂപയുമായി കുറഞ്ഞു. കഴിഞ്ഞ വർഷം ഏപ്രിൽ 62, 60, 65 എന്നിങ്ങനെയായിരുന്നു സ്പെഷ്യൽ ഗ്രേഡ് പച്ച, പഴം എന്നിവയുടെ വില. വരും ദിവസങ്ങളിൽ വില കുറയും എന്നാണ് കർഷകരും വ്യാപാരികളും പ്രതീക്ഷിക്കുന്നത്. വേനൽ മഴ പെയ്തതും കൂടുതൽ പേർ കൃഷിയിറക്കിയതിനാൽ ഉൽപാദനം വർദ്ധിച്ചതുമാണ് വിലയിടിവിന് കാരണം. ഇതിനു പുറമെ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലെ കനത്ത മഴയും വില തീരെ കുറയാൻ കാരണമായി. മാങ്ങ സീസൺ ആരംഭിച്ചതും വിലയിടിയാൻ കാരണമായി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാലിത്തീറ്റ വില വർധനവും പാലിന്റെ വിലക്കുറവും ക്ഷീരമേഖലയെ പ്രതിസന്ധിയിലാക്കുന്നു. ഉൽപാദനത്തിനനുസരിച്ച് പാലിന് വില ലഭ്യമാകാത്തത് കാരണം 100 കണക്കിന് കർഷകരാണ് പശു വളർത്തൽ ഉപേക്ഷിച്ചത്. നിലവിൽ പാൽ ലിറ്ററിന് 40 രൂപയാണ് സൊസൈറ്റികളിൽ നിന്ന് കർഷകർക്ക് ലഭിക്കുന്നത്. 3.5 ഫാറ്റും 8.35 SNFും ഉണ്ടെങ്കിൽ മാത്രമേ പാലിന് ഈ തുക ലഭിക്കുകയുള്ളൂ. നിലവിൽ ഭൂരിഭാഗം കർഷകർക്കും ഈ തുക ലഭിക്കുന്നില്ല. കാലിത്തീറ്റയുടെ ക്രമാതീതമായ വിലവർധനയാണ് കർഷകർക്ക് തിരിച്ചടിയാകുന്നത്. 1 ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കാൻ 55 രൂപയോളം ചെലവുണ്ടെന്നാണ് കർഷകർ പറയുന്നത്. എന്നാൽ കർഷകർക്ക് 40 രൂപയാണ് ലഭിക്കുന്നത്. പാലിന് അടിസ്ഥാന വില 70 രൂപയെങ്കിലും ലഭിച്ചാൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ കഴിയൂ എന്നും കർഷകർ പറയുന്നു. ക്ഷീര കർഷകർക്കായി സർക്കാർ വിവിധ സബ്സിഡികളും ആനുകൂല്യങ്ങളും വർഷം തോറും പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും അവയൊന്നും സമയബന്ധിതമായി ലഭിക്കാറില്ലെന്നും കർഷകർ പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കർഷകർക്ക് ഇരട്ടടിയായി ഏലം വിലയിടിവ്. ഉൽപാദനക്കുറവുണ്ടായിട്ടും ഏലത്തിന് വില കുത്തനെ ഇടിഞ്ഞു. കഴിഞ്ഞ 1 മാസത്തിനിടെ കിലോയ്ക്ക് 700 രൂപയിലേറെയാണ് കുറഞ്ഞത്. 3 മാസത്തിനിടെ 3000-നും 2900-നും ഇടയിൽ വില തുടരുന്നതിനിടെ പെട്ടെന്നുണ്ടായ വിലയിടിവ് കർഷകരെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. ഇന്നലെ നടന്ന ഏലക്ക ലേലത്തിൽ ആകെ 34,361 കിലോ ചരക്ക് വിൽപ്പനയ്ക്കെത്തിയതിൽ 33,527 കിലോയും ഇടപാടുകാർ മത്സരിച്ചു വാങ്ങി. ബക്രീദ് വിൽപ്പന മുന്നിൽ കണ്ട് ഏലക്ക ശേഖരിക്കാൻ ആഭ്യന്തര ഇടപാടുകാർ രംഗത്തുണ്ട്. അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള അന്വേഷണങ്ങളുടെ മികവിൽ മികച്ച ഇനങ്ങൾ കിലോഗ്രാമിന് 3004 രൂപയായി ഉയർന്നപ്പോൾ ശരാശരി ഇനങ്ങൾ 2478 രൂപയിൽ ലേലം നടന്നു. ഇന്ത്യയിൽ നിന്ന് കൂടുതൽ കയറ്റുമതിയുള്ള ഗൾഫ് രാജ്യങ്ങൾ ബക്രീദ് ആഘോഷത്തോടനുബന്ധിച്ച് ഏലക്കയുടെ ആവശ്യം വർദ്ധിക്കുമ്പോൾ വില വീണ്ടും ഉയരുമെന്നാണ് കർഷകരുടെ പ്രതീക്ഷ. കഴിഞ്ഞ വർഷത്തെ വരൾച്ചയിൽ 60% ഏലം കൃഷിയാണ് നശിച്ചത്. 100 കോടിയിലേറെയാണ് നഷ്ടം. 16,220 ഹെക്ടർ സ്ഥലത്തെ ഏലച്ചെടികൾ കരിഞ്ഞുണങ്ങി നശിച്ചിരുന്നു. കൂടാതെ ഇത്തവണ തുടർച്ചയായി വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ കൃഷിനാശമുണ്ടാകുമെന്നുമാണ് കർഷകർ പറയുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. നാളികേരത്തിന് വില ഉയർന്നിട്ടും കർഷകർക്ക് അതിന്റെ ഗുണം ലഭിക്കുന്നില്ല. 2 വർഷമായുള്ള കനത്ത വരൾച്ച കാരണം ഉൽപാദനം ഗണ്യമായി കുറഞ്ഞതാണ് കർഷകർക്ക് തിരിച്ചടിയായത്. പച്ചത്തേങ്ങ 1 കിലോയ്ക്ക് വിപണിയിൽ 75 രൂപയാണ് വില. ഫെബ്രുവരി മാസം തുടക്കത്തിൽ 60-ലും 65-നും ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ 75-ലെത്തിയത്. 5 വർഷത്തിലേറെയായി 28 മുതൽ 36 വരെയായിരുന്നു പച്ചത്തേങ്ങ വില. കഴിഞ്ഞ ഓണത്തിന് 42-ലെത്തി, തുടർന്ന് 47-ഉം.
ഇതിനിടയിൽ തേങ്ങ കൂടുതലായി വിപണിയിലെത്തിയതോടെ വില 40ലേക്ക് താഴ്ന്നു. എന്നാൽ ഇപ്പോൾ വില വീണ്ടും ഉയർന്നിരിക്കുകയാണ്. തേങ്ങാ വില വർദ്ധിക്കുന്നതിനോടൊപ്പം വെളിച്ചെണ്ണ വിലയും വർദ്ധിക്കുകയാണ്. 300 മുതൽ 310 രൂപ വരെയാണ് 1 ലിറ്റർ വെളിച്ചെണ്ണയുടെ ചില്ലറ വില. വെളിച്ചെണ്ണ വില 170 രൂപ മുതൽ 180 രൂപ വരെ ഇടയിലുണ്ടായിരുന്നാണ് ഇപ്പോൾ 310-ൽ എത്തിയത്. വെളിച്ചെണ്ണ ഉൽപ്പാദകർ ആശ്രയിക്കുന്നത് തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിൽ നിന്നുള്ള കൊപ്രയാണ്. തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നാളികേര വിളവെടുപ്പ് പുരോഗമിച്ചെങ്കിലും വിപണിയിൽ ചരക്ക് ക്ഷാമം വിട്ടുമാറിയിട്ടില്ല. കൊച്ചിയിൽ വെളിച്ചെണ്ണ 27,400 രൂപയിലും കൊപ്ര 18,300 രൂപയിലുമാണ് വ്യാപാരം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.